ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് മസാലക്കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചായ കുടിച്ചോ? അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. മഴ ആയതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ്. വെള്ളവും മഴയും കാറ്റും എല്ലായിടത്തും മഴയുടെ പ്രശ്നങ്ങളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? എല്ലാവരും ചായ കുടിച്ചോ വിചാരിക്കുന്നു. അപ്പം ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പുഴയിൽ നിന്നുള്ള മീനാണ്. മഴ പെയ്തപ്പോൾ വന്നിട്ടുള്ള വരവ് മീൻ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ പെട്ടെന്ന് വലയിട്ടിട്ട് കിട്ടി. അടുത്ത വീട്ടിലെ ചേട്ടൻ തന്ന മീനാണ്. ഞങ്ങളത് കറി വയ്ക്കാൻ വിചാരിച്ചു. കുറച്ച് വറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നിങ്ങളെങ്ങനെയാണ് ഈ മീൻ വൃത്തിയാക്കുക? ഞങ്ങൾ വെണ്ണീറിട്ടിട്ട് ചാര വെണ്ണീറൊക്കെ ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ട് മുക്കിയെടുത്തിട്ട് വലിയ മീനുകൾ കല്ലിൽ വെച്ച് ഉരച്ചിട്ടെടുക്കും. ചെറുത് കത്തി വെച്ചിട്ട് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കും കേട്ടോ. നമുക്കിനി അത് വൃത്തിയാക്കി എടുക്കാം. കുറച്ച് ടാസ്ക്കാണ്. ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടാവും. കടലിലെ മീൻ പോലെയല്ല, കുറച്ചതുണ്ടായിരിക്കും. പിന്നെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കല്ലുപ്പൊക്കെ ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വൃത്തിയാക്കി എടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ മീൻ കിട്ടിയിട്ടുണ്ടോ? ഇപ്പം മഴ പെയ്തപ്പോൾ ഒരുപാട് മീനുകളുണ്ട്. അതായത് പുഴയിലൊക്കെ വലയിട്ട് കഴിഞ്ഞപ്പോൾ നല്ല മീൻ കിട്ടും. ഇനി നമ്മൾ വലിയ മീനുകൾ കല്ലിൽ വെച്ചിട്ട് ഉരച്ചിട്ട് വൃത്തിയാക്കി എടുത്തു കേട്ടോ. ഉരച്ചെടുക്കണം. വെണ്ണീറും കൂടി വേണം, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് ഇങ്ങനെ വഴുക്കി പോകും. അപ്പോൾ വെണ്ണീറിൽ മുക്കിയിട്ടാണ് കേട്ടോ ഞാനിത് നല്ലതുപോലെ ഉരച്ച് വൃത്തിയാക്കി എടുത്തത്. എന്നിട്ട് പിന്നെ കത്തി വെച്ച് നല്ലപോലെ വൃത്തിയാക്കി എടുത്തു. ഉപ്പിട്ടിട്ട് കല്ലുപ്പൊക്കെ ഇട്ട് കഴുകിയെടുക്കണേ. അപ്പോൾ അതിൻ്റെ വഴുവഴുപ്പും സ്മെല്ലൊക്കെ പോയിട്ട് നല്ലപോലെ വൃത്തിയായി കിട്ടും. അങ്ങനെ മീൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് കറി വയ്ക്കാനും കുറച്ച് വറുക്കാനും വേണ്ടിയിട്ട് ഞാൻ എടുത്തു കേട്ടോ. തേങ്ങ അരച്ചിട്ട് കറി വയ്ക്കുകയാണേ. അങ്ങനെ കുടംപുളിയൊക്കെ ഇട്ടിട്ട് കറിയാക്കി. ഇനി നമുക്ക് കുറച്ച് വറുത്തെടുക്കാം. കറി തിളച്ച് വന്നപ്പോൾ മീനൊക്കെ ഇട്ടിട്ട് കറി റെഡിയാക്കി എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് പുഴയിലെ മീൻ കറിയാണ്, മീൻ വെച്ചിട്ടുള്ള കറിയാണോ ഇഷ്ടം, കടലിലെ മീൻ വെച്ചിട്ടുള്ള കറിയാണോ ഇഷ്ടം? ചിലവർ പറയുന്നിട്ടുണ്ട് പുഴയിലെ മീനിന് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടെന്ന്. എനിക്കറിയില്ല, അത് നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ആയിരിക്കില്ലേ. പിന്നെ നമുക്ക് കറി വറുത്തിടാം കേട്ടോ. ചിലവർക്ക് പുഴ മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ താല്പര്യമില്ലാത്തവരുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ചിലവരൊന്നും കഴിക്കില്ല. അങ്ങനെ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.